അക്യുപങ്ക്ചർ എന്ന ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് മലപ്പുറത്ത് അസ്മ എന്ന 35 വയസ്സുള്ള വീട്ടമ്മയുടെ മരണത്തിന് ശേഷമാണ്. പ്രസവത്തിന് ശേഷം തൊട്ടു പിന്നാലെ അക്യുപങ്ക്ചർ ചികിത്സയാണ് എടുത്തത് എന്ന വെളിപ്പെടുത്തൽ സത്യത്തിൽ അക്യുപങ്ക്ചർ ചികിത്സകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ അക്യുപങ്ക്ചർ ചികിത്സാ തട്ടിപ്പിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇതോടെ വലിയ രീതിയിൽ ശക്തമാവുകയാണ്. 5.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടർമാർ ആയവർക്ക് പോലും പ്രസവ ചികിത്സ ചെയ്യാനുള്ള പരിശീലനം ഇല്ലെന്നിരിക്കെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പ്രസവാനന്തരമുള്ള ചികിത്സയ്ക്ക് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് കൂടുതൽ ഞെട്ടിക്കുകയാണ്. സർക്കാർ വ്യാജന്മാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. അഞ്ചര വർഷം കൊണ്ട് അക്യുപഞ്ചർ പരിശീലനം അടക്കം പൂർത്തിയായി മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച ഡോക്ടർമാർ സംസ്ഥാനത്തുണ്ട്. എന്നാൽ ഇവർ പോലും ചെയ്യാത്തതാണ് 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർ പ്രസവ ചികിത്സയിലടക്കം ചെയ്യുന്നത്. പ്രസവം പോലെയുള്ളത് ഈ ചികിത്സാ രീതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തര ചികിത്സാ പദ്ധതിയല്ല ഇത്. അക്യുപഞ്ചർ എന്നുള്ളത് ഒരു ചൈനീസ് സയൻസ് ആണ്. മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സയൻസാണ്. WHO അംഗീകരിച്ചിട്ടുള്ളതാണ്. അക്യുപഞ്ചറിൽ എവിടെയും ഡെലിവറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ അല്ല ബേസിക്കലി അക്യുപഞ്ചർ. അതിൽ ഡെലിവറി വരുന്നില്ല. അത് ചൈനയാണ് ഇതിൻ്റെ ഉത്ഭവം. ചൈനയിൽ പോലും ഇതാരും ചെയ്യുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഡെലിവറി എടുക്കാനുള്ളത് അക്യുപഞ്ചറിലില്ല. 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞവരാണ് പലയിടത്തും ചികിത്സിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കഴിഞ്ഞ പലരും പലയിടത്തും ചൂഷകരായി മാറുന്നു. ഡോക്ടർ ആര്, വ്യാജനേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഇതിലെ വ്യാജന്മാരെ കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. കാരണം അതില്ലാതെ വരുമ്പോൾ ഇതിലേതാണ് വ്യാജൻ, 3 മാസം പഠിച്ചവരേതാണ്, 5.5 വർഷം പഠിച്ചവരേതാണ്, 6 മാസം പഠിച്ചവരേതാണ്, ശരിക്കുള്ള ഡോക്ടർ ഏതാണ്. അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ വ്യാജന്മാർ കാരണം. അതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടത് 5.5 വർഷം പഠിച്ച് ഡോക്ടേഴ്സായി ഞങ്ങളുമാണ്. സോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഇതുപോലുള്ള വ്യാജന്മാരെ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ സംവിധാനം എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. വ്യാജ അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടും അക്യുപഞ്ചർ പ്രാക്ടീഷണർ ആണെന്ന് പറഞ്ഞ് കൂണുകൾ പോലെ കേരളത്തിൽ ക്ലിനിക്കുകൾ വരുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ അവരാണ് യഥാർത്ഥ അക്യുപഞ്ചറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സമൂഹം കൊണ്ടുപോകുന്നൊരു സാഹചര്യവും ഉണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു 3 മാസം വെറും ഒരു 3 മാസം പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശരീരത്തിലെ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയൊക്കെ പഠിച്ചാൽ ആ ശരീരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ അക്യുപഞ്ചർ ചെയ്യുന്നത് പൊതുസമൂഹത്തിന്, ആളുകളുടെ ആരോഗ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള കാര്യമല്ല. KGMOയും നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾക്കിടയിൽ അവബോധം കുറവായതുകൊണ്ട് തന്നെ ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത റിപ്പോർട്ടിലേക്ക്. അത് കഴിഞ്ഞ ദിവസം നമുക്ക് കൊച്ചിയിൽ നിന്ന് ആജ്ഞ തന്ന ഒരു ഞെട്ടിക്കുന്ന കണക്കുകളുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഈ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ്. ഇതിന് വിശ്വാസപരമായ ചില കാരണങ്ങളാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസ്മയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. 5 വർഷത്തിനിടെ 1337 പ്രസവങ്ങളാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായി വീടുകളിൽ നടന്നത്. മുസ്ലിം സമുദായത്തിലെ ചിലർ പിന്തുടരുന്ന അന്ധവിശ്വാസമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇതിന് ഇസ്ലാം വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതർ പറയുന്നത്. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വിളിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. പൂച്ച 6 പേറുന്നു, ആട് പേറുന്നു 2, 3, 4. നായ 3 മാസം പേരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചതെന്ന് ചോദിച്ചാണ് ഉസ്താദുമാർ വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്.
പലതിലും പല യുക്തികൾ. അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമെന്നാണത്രേ പ്രധാന ചോദ്യം. ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഖുർആനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകൾ വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു. വീട്ടിലെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന മടവൂർ കാഫില എന്നൊരു യൂട്യൂബ് പേജുമുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ ഇദ്ദേഹത്തിന്. അന്ധവിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കില്ല. ഇതിന്റെ പിറകിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പം നല്ല കൊയ്ത്ത. അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകളിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം. പലതും വളച്ചൊടിച്ചതാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക. ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലായാലും അതിനെതിരല്ല. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടാ എന്നൊരു മതവിധിയില്ല. വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ്. രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെയുണ്ട് ഇപ്പോൾ. മറ്റിടങ്ങളേക്കാൾ മലപ്പുറത്തിത് വ്യാപകമാകുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 2391 വീട്ടുപ്രസവങ്ങളിൽ 1337 നടന്നത് മലപ്പുറത്താണ്. ആർക്കും ഇതിന്റെ അപകടം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. അസ്മയുടെ ജീവൻ നഷ്ടമാവുന്നതിൽ ഏറ്റവും നിർണായകമായത് ഒരുപക്ഷെ പ്രസവത്തിന് ശേഷം വന്ന ഒരു സങ്കീർണതയെ കൃത്യമായി ഒരു വിദഗ്ധരുടെ സഹായത്തോടെ അത് നോക്കാനോ ശ്രദ്ധിക്കാനോ അത് പരിഹരിക്കാനോ പറ്റിയില്ല എന്നതാണ്. അതിന് പകരം അക്യൂപങ്ക്ചറാണ് ശ്രമിച്ചത്. ഈ അക്യൂപങ്ക്ചർ ചികിത്സാ രീതിക്ക് പ്രസവമെടുക്കലുമായി ഒരു ബന്ധവുമില്ലെന്ന് ചികിത്സകൻ അൽത്താഫ് മുഹമ്മദ്. അക്യൂപങ്ക്ചർ അക്കാദമിയുടെ പേരിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വേദിയിൽ വിളിച്ച് പ്രശംസിച്ച അൽത്താഫിന്റെ വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ. അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്ന വീഡിയോ. എന്നാൽ അത് വീട്ടിലെ പ്രസവത്തെ പ്രൊമോട്ട് ചെയ്തതല്ലെന്നും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീകളെ അനുമോദിച്ചതിൽ എന്താണ് തെറ്റെന്നുമാണ് ആ ചടങ്ങിന്റെ പ്രചാരകൻ കൂടിയായ അക്യൂപങ്ക്ചർ ചികിത്സകൻ അൽത്താഫ് മുഹമ്മദ് ചോദിക്കുന്നത്. പ്രസവം എന്നുള്ളത് സ്ത്രീകളുടെ ഒരു പ്രത്യേക വിഷയമാണ്. അതിനൊരിക്കലും ആരും ഒന്നിനും പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പണ്ട് കാലം മുതൽ പരമ്പരാഗതമായി മനുഷ്യരിൽ നടന്നു വന്നൊരു കാര്യം മാത്രമാണല്ലോ. അത് അവർക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരുടെ പ്രോത്സാഹനമാണ് അവർക്ക് ആവശ്യം? എല്ലാ പ്രകൃതിദത്തമായ ചികിത്സാ രീതികളെയും പോലെ അക്യൂപങ്ക്ചറിലും പ്രസവത്തിനുള്ള ചികിത്സയില്ല. ഗർഭിണിക്കുള്ള ചികിത്സ എന്ന രീതിയിൽ അക്യൂപങ്ക്ചറിനെ ഉപയോഗിക്കാനാകില്ല. നിങ്ങൾ നാച്ചുറലായ ഏത് ചികിത്സകളെ നോക്കിയാലും അവർ പ്രസവം എന്നുള്ളൊരു വിഷയം പലപ്പോഴും കൈകാര്യം ചെയ്യാറേ ഇല്ല. കാരണം നാച്ചുറലായ പഴയ ചികിത്സകളുടെയൊക്കെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ
ഗർഭകാലയളവും പ്രസവവും ഒരു രോഗാവസ്ഥയല്ല, രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമാണ് അക്യുപങ്ക്ചർ. അപ്പം ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചികിത്സിച്ചാൽ അയാൾ ശരിക്കും ആ പഴയ ചികിത്സയോട് ചെയ്യുന്നൊരു വൈരുദ്ധ്യമാണ്. വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂരിലെ അസ്മ മരിച്ചതുപോലെ തന്നെയാണ് ആശുപത്രിയിൽ പ്രസവിച്ച അലോപ്പതി ഡോക്ടർ വിജയലക്ഷ്മി മരിച്ചതും. എല്ലായിടത്തും പ്രസവത്തിന് റിസ്ക് ഉണ്ട്. അസ്മയുടെ പ്രസവത്തിൽ സംഭവിച്ചത് കുറ്റകൃത്യമാണോ അവകാശ ലംഘനമാണോ എന്നൊന്നും ഇനിയും വ്യക്തതയില്ല. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണെന്ന് കണ്ട ആളോ അറിഞ്ഞ ആളോ അല്ല ഞാൻ. സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നതിന് അബദ്ധമാണ്. കാരണം അവിടെ എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയൂല. അതിപ്പോൾ അന്വേഷണം നടക്കുകയല്ലേ, ആ അന്വേഷണം പുരോഗമിക്കട്ടെ. വീട്ടിലെ പ്രസവത്തിനുള്ള പ്രചാരണത്തിൽ മതപരമായ ഒരു നിർദ്ദേശവുമില്ല. പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരവരുടേതായ കംഫർട്ട് സോൺ ഉറപ്പാക്കണമെന്ന് മാത്രമാണ് അക്കേഷന് നൽകാനുള്ള സന്ദേശമെന്നും അൽതാഫ് മുഹമ്മദ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ഞങ്ങളുടെ പ്രതിനിധികൾ കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, 3 പേരും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ആജ്ഞ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മൊത്തത്തിൽ ഈ വീടുകളിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ ഈ മലപ്പുറത്തെ വളരെ അലാമിംഗ് ആയ കണക്കുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇവർ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വിശ്വാസം ഇങ്ങനെയൊന്നും പറയുന്നതേ ഇല്ല എന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതിലേറ്റവും പ്രധാനം. പിന്നെ ആരാണ് ഈ രാജാവിനേക്കാൾ രാജഭക്തി അല്ലെങ്കിൽ മതപണ്ഡിതരെക്കാൾ മതവിശ്വാസം കാണിക്കുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? ഇവർക്ക് വേണ്ട സംവിധാനങ്ങളും ഈ ഒരു നെറ്റ്വർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ നെറ്റ്വർക്ക് പൊളിക്കുകയും ആ അശാസ്ത്രീയത അവരെ ബോധ്യപ്പെടുത്തുകയുമാണല്ലോ ആദ്യം വേണ്ടത്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇത് വിശ്വാസങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അതിൽ ശാസ്ത്രീയ വിരുദ്ധതയുണ്ട്. അതിനൊപ്പം അന്ധവിശ്വാസങ്ങളുടെയും ഈ ശാസ്ത്രീയതകളെ എതിർക്കുന്നതിൻ്റെ വലിയ ഒരു പിന്തുണയും ഇവർക്കുണ്ട്. നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വീട്ടിൽ പ്രസവിക്കണം, എന്താണ് പുറത്തു പോകേണ്ട ആവശ്യം, എന്താണ് തുടങ്ങി നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്പം ശാസ്ത്രബോധമുള്ള ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അശാസ്ത്രീയതയും വിവരക്കേടും ഒക്കെ വിളമ്പുന്ന വീഡിയോകൾ ഒരുപാടുണ്ട്. അതൊക്കെ വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. അതിൽ കുറേ പേർ ആകർഷകരാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സംഭവം. ഈ കേസിൽ അറസ്റ്റിലായ സിറാജുദ്ദീൻ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ടാണ് അയാളുടെ യൂട്യൂബ് പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ ശാസ്ത്ര വിരുദ്ധതയെ വിശ്വാസത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ അതിന് കുറെ കൂടി സ്വീകാര്യത വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത. ഒരുപക്ഷെ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ തുറന്നെതിർക്കുക എളുപ്പമല്ല. അത് എല്ലാ മേഖലകളിലും ഒരുപക്ഷെ അതിന് സ്വാധീനമുണ്ടാക്കാം. അല്ലെങ്കിൽ പറയുന്ന ആൾ മറ്റേതെങ്കിലും ഒരു താല്പര്യത്തിൽ പറയുന്നു എന്ന തരത്തിൽ പ്രചാരണം ഉണ്ടാക്കാം. പക്ഷേ ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൽ 90% ഇത്തരത്തിൽ മതത്തിൻ്റെ സ്വാധീനമുള്ളവരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രമാത്രം പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ വിഷയം ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് കിട്ടുന്ന സ്വീകാര്യത അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ പിൻപറ്റി അതിന് അശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൂട്ടുപിടിച്ച് അതിന് കുറെ കൂടി സ്വീകാര്യത വരുത്തുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ പോലീസ് ഇനി ചെയ്യാൻ പോകുന്നതും ഇത്തരത്തിലുള്ള സംഘങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക. അത് എളുപ്പമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും പരസ്യമായിട്ട് ഇതിനനുകൂലിച്ച് പുറത്തു വരാൻ തയ്യാറാവുന്നില്ല. അവർ യൂട്യൂബിലും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ മുമ്പിൽ വെച്ച് അവർക്കിത് പറയുക എളുപ്പമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുതന്നെ അവർ ചെയ്യുന്നതിൻ്റെ ഒരു അശാസ്ത്രീയതയെ അല്ലെങ്കിൽ അത് ഒരു പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ മതത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള നല്ല ബോധ്യമുള്ള കൃത്യമായ വിവരമുള്ളവർ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം. ഇതൊന്നും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ അശാസ്ത്രീയത കലർത്തി ഇതാണ് മതം പറയുന്നത് എന്ന് പറയുമ്പോൾ
അല്പം ഈ മതത്തിൽ കുറേ വിശ്വാസമുള്ളവർ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് മലപ്പുറം ജില്ലയിലെന്നല്ല എല്ലായിടത്തും ഇതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറേ കൂടി കൂടുതലാണ് എന്നുള്ളത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു അനാമികമായിട്ടുള്ള സാഹചര്യത്തെയാണ് വെളിവാക്കുന്നത്. എന്നാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇതിനെ ചെറുക്കാനുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം മതത്തിലെ വലിയ ഒരു ഭാഗം ഇത് അശാസ്ത്രീയ ഈ ആശുപത്രിയിൽ പോകുന്നതിൽ തെറ്റില്ല, അത് നിലവിലെ സാഹചര്യത്തിൽ അതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും മറുഭാഗത്ത് പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു, ഇത് പ്രകൃതി ഇങ്ങനെയാണ് പറയുന്നത്, ആശുപത്രിയിൽ പോകുന്നത് ഒരുപക്ഷെ ചെലവിന് വർദ്ധിപ്പിക്കാൻ കാരണമാകും, ഒരുപക്ഷെ അവർ പറയുന്ന ഒരു കാര്യമാണ്, അതിൽ ശാസ്ത്രീയത ഉണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. സിസേറിയൻ വഴി പ്രസവിച്ചവരാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് അവർക്ക് ജന്മം നൽകാൻ കഴിയാത്ത സാഹചര്യം ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാവും, വീട്ടിലെ പ്രസവത്തിൽ അതുണ്ടാവില്ല. ഭർത്താവിൻ്റെ കൈ പിടിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സുഖപ്രസവം സാധ്യമാക്കും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയുമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് ചെറുക്കുക എളുപ്പമല്ല. കാരണം അത് കൃത്യമായ ചില കമ്മ്യൂണിറ്റി ബേസായിട്ട് അല്ലെങ്കിൽ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ചില ആളുകളെ കേന്ദ്രീകരിച്ച് അത് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ വേണ്ടത് ഈ വിഷയത്തിൽ ഏറ്റവും ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വിശ്വാസങ്ങളെക്കുറിച്ച് ഏറ്റവും ഗ്രാഹ്യമുള്ള പണ്ഡിതർ തന്നെ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ആളുകളെ സ്വാധീനിക്കുന്ന തരം ആളുകൾ തന്നെ ഈ വിഷയത്തിലെ റിസ്കുകളെ പറ്റി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ അതിന് വഴിയുള്ളൂ. ആരോഗ്യ സംവിധാനത്തിന് അതിന് ഇടപെടുന്നതിന് വലിയ വലിയ പരിമിതി ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്, ഈ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്, ചൈനയിലൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ അക്യുപങ്ക്ചർ ആവട്ടെ അല്ലെങ്കിൽ നാച്ചുറോപ്പതി ആവട്ടെ, ഇതൊക്കെ പഠിച്ച ആളുകൾ പറയുന്നത് ഇതൊന്നും പ്രസവത്തിന് പറ്റുന്ന പരിപാടിയല്ല. പ്രസവം എന്ന് പറയുന്നത് ഒരു ഏത് സമയം ഏത് നിമിഷം വേണമെങ്കിൽ റിസ്ക് വരാവുന്ന ഒരു കാര്യമാണ്, അതിന് പറ്റുന്ന കാര്യമല്ല എന്ന് വിദഗ്ധർ തന്നെ പറയുമ്പോഴാണ് അക്യുപങ്ക്ചർ പഠിച്ചതിൽ പിന്നെ ആശുപത്രിയിൽ പോയില്ല അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. വിദഗ്ധർ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? തീർച്ചയായും ശ്രീജ, ഈ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഞെട്ടുകയാണ്. കാരണം 2-3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരാണ് ഈ മലപ്പുറത്തെ പല സംഭവങ്ങളിലും ഈ പ്രസവം എടുക്കുന്നത് എന്നൊക്കെ പല ഓഡിയോ റെക്കോർഡുകളിലൊക്കെ പുറത്തു വന്നതാണ്. അവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞതാണ് എന്നൊക്കെയുള്ളത്, അവർക്കറിയാം പ്രസവം എടുക്കാൻ എന്നൊക്കെയുള്ളത്. അവിടെയാണ് ഈ നമ്മൾ MBBSന് സമാനമായൊക്കെ പറയുന്ന പോലെ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്ന, പഠിച്ചിറങ്ങിയ 5.5 വർഷത്തോളം കോഴ്സ് പഠിച്ചിറങ്ങിയ ഈ നാച്ചുറോപ്പതിക് ആൻഡ് വേദിക് ഈ യോഗിക് സയൻസ് പോലെയുള്ള കോഴ്സ് കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അത്തരം ഡോക്ടർമാർ, വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം പ്രസവം എന്നുള്ളത് അതിൽ പറയുന്നില്ല. ഈ ഒരു കോഴ്സ്, ഈ ഒരു പഠന ശാഖയ്ക്ക് അതിൻ്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ പഠിക്കുകയും ചെയ്യുന്നത്. അതായത് അടിയന്തര ചികിത്സാ സംവിധാനം ഈ ഒരു ശാഖയിലില്ല. ഇപ്പോൾ ഒരു ഹൃദയാഘാതം വന്നാൽ ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ അലോപ്പതി ഡോക്ടറെ കാണൂ എന്നുള്ളതാണ്. ഇതൊരു നാഡീ ചികിത്സാ രീതി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ചൈനയിലാണ് ഇത്, ലോകത്ത് വലിയ വ്യാപകമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ചൈനയിൽ പോലും ഇതിനൊന്നും ഈ പ്രസവം പോലുള്ള കാര്യങ്ങൾക്ക് പോലും അക്യുപഞ്ചറിനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് ഒക്കെ വന്ന ശേഷം അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക, അത്തരം ചികിത്സകൾക്ക് അക്യുപഞ്ചറിൻ്റെ ഈ സന്ധി ചികിത്സ ഗുണമാകും. അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് ചികിത്സിക്കാം എന്ന് ശാസ്ത്രീയമായി ഇവരെ പഠിപ്പിച്ചാണ് ഡോക്ടർമാരാക്കി വിടുന്നത്. അത്തരം ഡോക്ടർമാർ, മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഡോക്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇന്ത്യയിൽ പലയിടത്തും അത്തരം ഡോക്ടർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പല ആശുപത്രികളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പോലും ഞെട്ടിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷം നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ. ഫലത്തിൽ ഇതൊരു തട്ടിപ്പായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കങ്ങനെ മതപണ്ഡിതന്മാർക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒറിജിനൽ ഡോക്ടർ ഏത്, വ്യാജ ഡോക്ടർ ഏത് എന്ന് പോലും അറിയാത്ത കാര്യമാണുള്ളത്. ഇപ്പോൾ ആജ്ഞയുടെ തൊട്ട് മുമ്പുള്ള റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊച്ചിയിൽ ഇതിനെ
ഇതിനെല്ലാം അനുമോദിച്ചാൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് നിന്നുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പറയുകയാണ്. ഈ വേദിയിൽ നിന്ന് വലിയ ആദരം നടത്തുന്ന ഒരാളാണ് ഇങ്ങനെ പിന്നീട് വന്നിട്ട് ഇങ്ങനെയൊന്നും ഇല്ല, പിന്നെ അവിടെ ഫലത്തിൽ ഒരു ന്യായീകരണമായി മാറുന്നു. ഉന്നത മതപണ്ഡിതരുടെ അടക്കം പലരുടെയും പ്രഭാഷണങ്ങൾ തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല. ആജ്ഞയിലേക്കും കൂടെ പോയി ശേഷം നമുക്കത് കൂടുതൽ സംസാരിക്കാം. ആജ്ഞ, ഈ അൽത്താഫിന്റെ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. കാരണം അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ്: ഞാൻ 4 പ്രസവിച്ചു, 5 പ്രസവിച്ചു, 3 പ്രസവിച്ചു, എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. ഇത് സത്യത്തിൽ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് എന്തൊക്കെ തരം മാറ്റങ്ങൾ ഒരു സ്ത്രീ ശരീരത്തിൽ വരുന്ന കാലമാണ്. അവിടെ ഏത് റിസ്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളിടത്താണ് സ്ത്രീകളെ വിളിച്ച് ധൈര്യശാലികളായ സ്ത്രീകളെ ആദരിച്ച ആളാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കംഫർട്ട് സോൺ, എന്ത് കംഫർട്ട് സോണാണ് ഈ പറയുന്നത്? ഇത് ഒരു സ്ത്രീയുടെ ജീവൻ പോയതിൽ ഇവർക്ക് ആർക്കും നഷ്ടമില്ലല്ലോ. വിജയിച്ചവരെയല്ലേ അവർ കൊണ്ടുവന്ന് നിർത്തുന്നുള്ളൂ. എന്താണ് അൽത്താഫിന്റെ ഇപ്പോഴുള്ള വിശദീകരണം? ശ്രീജ, അൽത്താഫ് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, അവരവരുടെ ജീവന്റെ റിസ്ക് അവരവരുടെ കയ്യിൽ തന്നെയാണ്. അതായത് നിങ്ങളാരും, സ്ത്രീകളാരും ഇങ്ങനെ വീട്ടിൽ വെച്ച് മരണമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഭർത്താക്കന്മാരിലേക്ക് വെച്ചു കൊടുക്കരുത്. അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. കാരണം ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനുള്ള കൺസെന്റ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഇത്തരം പ്രസവങ്ങൾ നടക്കുക. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുക. അതല്ലെങ്കിൽ അവരതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കൺസെന്റുകൾ ഒപ്പിട്ട് വാങ്ങുന്നത്. പക്ഷെ വീട്ടിലെ പ്രസവത്തിന് ഇങ്ങനെയൊരു റിസ്ക് കൂടിയുണ്ട്. ഭർത്താവിന്റെ ചുമലിലേക്ക് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വെച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട്, ആ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചതാണ്. ഞാൻ വഴിയിൽ വീഴുന്നു, അപ്പോൾ എനിക്ക് ഓപ്ഷനില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ ഓപ്ഷനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അബോധാവസ്ഥയിലുള്ള ഒരാളായിരിക്കാം, അത് ഏത് തരം അസുഖമാകട്ടെ, പ്രസവം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോഴും നമ്മൾ രോഗിയുടെ കൺസെന്റ് വാങ്ങിച്ചിട്ടല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുള്ള. പക്ഷേ ഇവിടെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ നോർമലായി ജീവിതം നയിച്ചു പോകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് പോലും ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടത്തിൽ, ഈവൻ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം വരെയുള്ള ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട്. അതൊക്കെ കൃത്യമായ ഘട്ടങ്ങളിൽ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത ശേഷമാണ് പ്രസവഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രസവിച്ച സ്ത്രീകളെ ധൈര്യശാലികളെന്ന് വിശേഷിപ്പിക്കുകയും, മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത്, ഹിമാലയത്തിൽ കയറിയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അനുമോദിക്കാറില്ലേ, അതുപോലെ വലിയ റിസ്ക്കുള്ള സാഹചര്യമാണ് ഇത് എന്ന് വ്യക്തമാണ്. അത് അൽത്താഫിന് അറിയാം. അങ്ങനെ റിസ്ക് എടുത്ത് വരുന്ന സ്ത്രീകളെയാണ് താൻ അനുമോദിച്ചത്, അല്ലാതെ ഇത് വീട്ടിലെ പ്രസവത്തിനെ താൻ പ്രൊമോട്ട് ചെയ്തതല്ല എന്നുള്ള നിലപാടിലാണ് അൽത്താഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത്. ഇതൊക്കെ, അതായത് ഈ പ്രസവം, വീട്ടിലെ പ്രസവം ഓപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. എന്തായാലും അൽത്താഫ് തന്നെ അത് പറഞ്ഞത് നന്നായി. ഇത് ഈ ചർച്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ കാണുമോ എന്നറിയില്ല. പക്ഷേ അവരോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണെന്നാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഏതാണ്ട് ഒരു ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ആ ധീര വനിതകളെ ആദരിക്കുന്ന ആൾക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പോലും ഇതിൽ പങ്കില്ലെന്നാണ്. അതായത് ആ വേദിയിലെത്തിയത് ആരുടെയോ ഗുരുത്വം എന്ന് കരുതിയാൽ മതി. ഈ ഒരു ഗർഭകാലം ശരിയാണ്, ഇവരെല്ലാം പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയല്ല, വളരെ ബയോളജിക്കലായ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഉള്ളിലൊരു ജീവൻ പേർന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറയാം, ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഇങ്ങനെ എന്ത് സാഹചര്യം വേണമെങ്കിലും വരാം. ഈ പ്രസവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാവാം, കുഞ്ഞിൻ്റെ പൊസിഷനിൽ പ്രശ്നമുണ്ടാവാം, കുഞ്ഞിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നേക്കാം, പൊക്കിൽ കൂടി ചുറ്റിയ സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ സത്യത്തിൽ ഒരു മഹാത്ഭുതം പോലെ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രസവം, ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുക എന്നത്. ആ സമയത്ത് അതിൻ്റെ മുഴുവൻ റിസ്ക് ഈ 9 മാസത്തെ ബുദ്ധിമുട്ട് മുഴുവൻ സഹിച്ചു വരുന്ന സ്ത്രീക്കാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇവരൊക്കെ നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുന്നത് എന്ന് മാത്രം ഓർക്കുക. ആരോഗ്യവകുപ്പ് വളരെ കർശനമായ നടപടികൾ എടുത്തുകൊണ്ട്, ഏതാണ്ട് കേരളത്തിലെ MMR എന്ന് പറയുന്നത്, മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് 1,19,000 മാത്രമാണ്. അത് നമ്മൾ അവിടേക്ക് എത്തിച്ചു നിർത്തിയത് വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ്. ആ കാലത്ത് നിന്ന് നമ്മളെ ശിലായുഗത്തിലേക്കൊന്നും തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ മുന്നിലേക്ക് ഈ കണക്കുകൾ, ഈ സത്യങ്ങൾ, ഈ ശാസ്ത്രം ഇത് വെക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ, ജി ശ്രീജിത്ത്, ഒപ്പം CV അനുമോദ് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.
മുനമ്പം ഭൂമി കേസിൽ അതിവേഗം വിധി പറയാൻ വഖഫ് ട്രൈബ്യൂണൽ. തിങ്കളാഴ്ച മുതൽ കേസിൽ ദിവസവും വാദം കേൾക്കുകയാണ് ട്രൈബ്യൂണൽ. മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്ന് പണ്ട് ഫറൂഖ് കോളേജ് കോടതിയിൽ സമ്മതിച്ചതാണോ അല്ലയോ എന്നതിലാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. മുനമ്പം ഭൂമി കേസിൽ ഫാറൂഖ് കോളേജ് അസോസിയേഷൻ പണ്ട് പറവൂർ സബ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വഖഫ് ബോർഡിന്റെ ആയുധം. സ്ഥലം വഖഫ് ആണ് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലമാണത്രേ കോളേജ് അന്ന് കോടതിയിൽ സമർപ്പിച്ചത്. കോളേജിന്റെ സ്ഥലത്ത് താമസിച്ചിരുന്ന 14 കുടികിടപ്പുകാർക്കെതിരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധികളും ഉണ്ടായി. ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ഭൂമി എന്ന് വാദിച്ച ഫാറൂഖ് കോളേജ് ഇപ്പോൾ ഭൂമി വഖഫ് അല്ലെന്ന് വാദിക്കുകയാണെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ വാദിച്ചു. പറവൂർ സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിപ്പകർപ്പുകളും സത്യവാങ്മൂലവും ട്രൈബ്യൂണൽ പരിശോധിക്കും. വഖഫ് അല്ലെങ്കിൽ പിന്നെ ഫറൂഖ് കോളേജ് വിറ്റിന് യാതൊരു തടസ്സമില്ലല്ലോ, നിയമ തടസ്സമില്ലല്ലോ. കേസ് കൊടുക്കുന്ന കാലത്ത് കുടികിടപ്പുകാർക്ക് സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ലാൻഡ് റിഫോംസ് ആക്ട് അന്ന് ബാധകമായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് പട്ടയം കൊടുക്കാമെന്ന് പിന്നെ നിയമം പാസ്സായത്. മുനമ്പം ഭൂമി വഖഫാണെന്നും കയ്യേറ്റം ഒഴിവാക്കി ബോർഡിന്റെ കീഴിൽ ചേർക്കണമെന്നും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയ സ്ഥലത്തിന്റെ മുന്നുടമയായ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദാബായിയുടെ മക്കൾ ട്രൈബ്യൂണലിൽ നിലപാട് മാറ്റിയിരുന്നു. സ്ഥലം വഖഫ് അല്ലെന്നാണ് പുതിയ നിലപാട്. അതേസമയം മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ തുടർച്ചയായി വാദം കേട്ട് വേഗത്തിൽ വിധി പറയുന്നതിനാണ് ട്രൈബ്യൂണൽ നീക്കം. അവധി ദിവസങ്ങളൊഴികെ തുടർച്ചയായി വാദം കേൾക്കും. പുതിയ നിയമം നിലവിൽ വന്നതോടെ മുനമ്പത്തെ ഭൂമി വഖഫിന് പുറത്തായെന്നും അത് സംബന്ധിച്ച നിയമ നടപടികൾ അപ്രസക്തമായെന്നും BJP വാദിക്കുന്നതിനിടെയാണ് കേസ് വേഗത്തിൽ തീർക്കാനുള്ള ട്രൈബ്യൂണലിന്റെ നീക്കം. ഇതിനിടെ നിയമം കൊണ്ടും മുനമ്പത്തെ തർക്കം തീരില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മുസ്ലിങ്ങൾ വഖഫിനെ എതിർക്കുന്നില്ലെന്നും എതിർക്കുന്നവർക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. US തീരുവകൾ രാജ്യത്തെ ബാധിക്കില്ല, അഴിമതി മറച്ചുവെക്കാൻ വേണ്ടിയാണ് ലോക്സഭാ മണ്ഡല പുനർനിർണയത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശിക്കുന്നതെന്നും അമിത്ഷാ വിമർശിച്ചു. ന്യൂസ് 18 സംഘടിപ്പിച്ച റൈസിംഗ് ഭാരത് സമ്മിറ്റ് 2025 പങ്കെടുത്തായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകളെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ശാക്തീകരിക്കാൻ വഖഫ് നിയമം സഹായകരമാകുമെന്ന വാദമാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നിയമനിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വഖഫ് വിഷയത്തിൽ ആവശ്യമായ സമയം നൽകിയിട്ടും കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ സംസാരിച്ചില്ല എന്നും അമിത്ഷാ. पूरे देश के सामने ढिंढोरा पीटा राहुल गांधी एंड कंपनी ने कि CAA से मुसलमानों की नागरिकता चली जाएगी. अब CAA पूर्णतया लागू होने से 2 साल हो गए. मैं राहुल गांधी को सार्वजनिक चुनौती देता हूं, एक भी मुसलमान की अगर नागरिकता गई है तो हमें बताए. पूरे देश को कांग्रेस पार्टी ने गुमराह किया, इनके इंडी अलायंस वालों ने गुमराह किया. मुसलमानों की नागरिकता चली जाएगी, नागरिकता चली जाएगी, नागरिकता चली जाएगी और देश में हिंसा करे. यही जिम्मेदार है हिंसा के. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ തീരുവകൾ രാജ്യത്തെ ബാധിക്കില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രതിരോധ ശേഷിയുള്ളതാണ്. മുംബൈ ആക്രമണക്കേസിലെ പ്രതി തഹാവുർ റാണയെ കൈമാറാൻ അമേരിക്ക തയ്യാറായത് മോദി സർക്കാരിന്റെ ആഗോള നയതന്ത്ര മികവാണ് പ്രകടമാക്കുന്നത് എന്നും അമിത്ഷാ അവകാശപ്പെട്ടു. जिन लोगों ने भी भारत की जमीन, भारत का सम्मान और भारत के नागरिकों के साथ दुर्व्यवहार भी किया है, वो हमारे कानून के जद में लाना चाहिए. और मैं मानता हूं तब राणा की यहां वापिस आना ये मोदी सरकार की कूटनीति का बहुत बड़ी सफलता है जी. तो क्योंकि जिनके समय में जब बम धमाके हुए वो तो ला नहीं पाए, मगर आज वो वापिस आएगा, हमारी अदालत के सामने पेश होगा, हमारे संविधान के तहत उसको सजा होगी. ये देश के लिए बहुत बड़ी उपलब्धि है. മണിപ്പൂരിൽ സമാധാനം വളർത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെയും ആശങ്ക പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അവരുമായി സംവദിക്കുന്നുണ്ട്. हमारा तो प्रयास है कि जल्दी से दोनों समुदायों के बीच में बातचीत हो और शांति स्थापित हो. कुछ सफलता मिली भी है, घटनाएं तो बंदी हुई है, मगर बातचीत में भी कुछ सफलता मिली है. परंतु मुझे लगता है कि 2-3 दौर की बार और होगी. ചിലർ എതിർക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ നന്മയ്ക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്യന്തികമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പൗരത്വ നിയമം പാസാക്കിയതിനെ തുടർന്ന് ആക്രമണം പടരുന്ന അന്തരീക്ഷം രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യാംഗങ്ങളും സൃഷ്ടിച്ചു. CAA നിലവിൽ വന്നു. എന്നാൽ ആരുടെയെങ്കിലും പൗരത്വം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും അമിത്ഷാ ചോദിച്ചു.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. AIADMKയുമായുള്ള സഖ്യ ചർച്ചകൾ തുടരുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിൽ അണ്ണാമലയെ മാറ്റി പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിലും വിശദമായ ചർച്ചയുണ്ടായേക്കും. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വീണ്ടും ഒരു സഖ്യ ചർച്ചകളുടെ അന്തരീക്ഷം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ നേരത്തെ വരുന്നു. ഇത് തന്നെയാണോ അമിത്ഷായുടെ ചെന്നൈയിലേക്കുള്ള യാത്രാ ഉദ്ദേശം? ശ്രീജ, ചർച്ചയുടെ വിശദാംശങ്ങൾ, ഈ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും ഈ യാത്രയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, AIADMKയുമായുള്ള സഖ്യം വീണ്ടും ആ ചർച്ചകൾ സജീവമാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സമയം നടക്കാനിരിക്കുന്നു. അതിനു മുൻപ് ഒരു സഖ്യമുണ്ടാക്കി ഏത് വിധേനയും അധികാരത്തിൽ വരികയെന്നാണ് BJPയുടെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ഒന്ന്, കെ അണ്ണാമലയെ മാറ്റും എന്ന തീരുമാനം BJP തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അണ്ണാമലയിൽ തന്നെ ഇക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ചർച്ചയിൽ വരിക. ഈ സന്ദർശനത്തിൽ പ്രധാനമായും ചർച്ചയിൽ ഇടം പിടിക്കുക. ഏതായാലും ഇന്ന് വൈകിട്ടാണ് അമിത്ഷാ ചെന്നൈയിൽ വരുന്നത്. AIADMK നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ രണ്ട് പാർട്ടി നേതാക്കളും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഡൽഹി ചർച്ചയുടെ തുടർച്ച ചെന്നൈയിലും ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അണ്ണാമലയെ മാറ്റുന്ന തീരുമാനത്തിലേക്കൊക്കെ തന്നെ BJP എത്തുന്നത് ഡൽഹിയിൽ എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ്. കാരണം AIADMK നേരത്തെ ഈ സഖ്യം വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രകടനങ്ങളാണ്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കണമെങ്കിൽ AIADMKയുടെ സഖ്യം അനിവാര്യമാണ്. അത് BJPക്ക് മാത്രമല്ല AIADMKയ്ക്കും അത്തരത്തിലുള്ള സഖ്യം അനിവാര്യമാണ്. അപ്പോൾ ഇതിന് തുടർ ചർച്ചകൾ ചെന്നൈയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അണ്ണാമലയെ മാറ്റുമ്പോൾ ആര് പുതിയ അധ്യക്ഷൻ എന്ന കാര്യത്തിലും ചർച്ചകളുണ്ടാവും. കാരണം ഇതിനോടകം തന്നെ ചർച്ചയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നായനാർ നാഗേന്ദ്രൻ. അദ്ദേഹം മുൻ MLA ആണ്, തിരുനെൽവേലിയിൽ നിന്നുള്ള നേതാവാണ്. അപ്പോൾ തെക്കൻ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ കൊണ്ടുവരണം എന്നൊരു ആവശ്യം AIADMKയ്ക്കുണ്ട്, BJPക്കുമുണ്ട്. കാരണം അണ്ണാമലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അണ്ണാമലയെ കോയമ്പത്തൂർ അടക്കമുള്ള കൊങ്കുനാടിൽ നിന്ന് വരുന്ന നേതാവാണ്. എടപ്പാടി പളനിസ്വാമിയും ഈ മേഖലയിൽ നിന്നാണ്. പരമ്പരാഗതമായി ഈ രണ്ടു പാർട്ടികൾക്കും ആ മേഖലയിൽ ശക്തിയുണ്ട്. അപ്പോൾ BJPയുടെ ശക്തി മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും പാർട്ടിക്കുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തെക്കൻ തമിഴ്നാട്ടിൽ നിന്നുള്ള നായനാർ നാഗേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നത്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം നായനാർ നാഗേന്ദ്രൻ ഡൽഹിയിലെത്തി അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ഈ പുതിയ അധ്യക്ഷൻ സംബന്ധിച്ച് ചർച്ചകൾക്കും വേഗത കൂട്ടുന്നതായിരിക്കും ഈ സന്ദർശനം. ഏതായാലും ഇന്ന് രാത്രിയാണ് അമിത്ഷാ ചെന്നൈയിലെത്തുക. അടുത്ത 2 ദിവസം അദ്ദേഹം സംസ്ഥാനത്തുണ്ടാകും. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന്? സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തി വരുന്ന സമരം ഇന്ന് 60ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം തീർക്കാൻ സമരക്കാരും വിചാരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ആശാ വർക്കർമാർക്ക് വിയോജിപ്പുണ്ട്. മറ്റന്നാൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ
അണിനിരത്തി പൗരസാഗരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കഴിഞ്ഞ 60 ദിവസം 2 മാസമായി രാവും പകലുമില്ലാതെ ഈ സ്ത്രീകൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ചില പിടിവാശികൾ സർക്കാരും എന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനി ഈ 2 മാസം പിന്നിടുമ്പോൾ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ആലോചിക്കുന്നത്? സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശമാരുടെ തീരുമാനം. പക്ഷെ അവർക്കും ഈ സമരം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചകളിലൊക്കെ അവർ സഹകരിക്കുന്നത്. പക്ഷേ സർക്കാർ തുടക്കം മുതൽ നിലപാടിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ ഉള്ള താല്പര്യം, ആഗ്രഹം ഈ ആശമാർക്കില്ല. അതുകൊണ്ടാണ് അവർ ഈ കടുംപിടുത്തം തുടരുന്നത്. സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഓണറേറിയം വർധന അടക്കമുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി മുതൽ തൊഴിൽ മന്ത്രിയും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ കൃത്യമായൊരു 2000 രൂപയെങ്കിലും അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും കൂട്ടി നൽകിയ ശേഷം പിന്നീട് കമ്മിറ്റി വെച്ച് പഠിക്കാം. അതാണ് ആശമാരുടെ നിലപാട്. അതിനു പകരം ആദ്യം ഒരു സമിതിയെ നിയോഗിച്ച് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിക്കും. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കും. ഇതാണ് സർക്കാർ നിലപാട്. 2 കാര്യങ്ങളും പരസ്പരം ചേരുന്നില്ല. 2 വഴിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും രണ്ടുപേരും നിലപാടുകൾ പോകുന്നതാണ് സമരം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം. മുഖ്യമന്ത്രി പറഞ്ഞതും സർക്കാർ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. സമരം തീർക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിന് രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. ഈ സമരക്കാർ എത്ര ശതമാനം എന്നുള്ളത് 1% മാത്രമേ ഇപ്പോൾ സമരത്തിലുള്ളെങ്കിൽ പോലും അവരോടും അനുഭാവപൂർവ്വ നിലപാട് സർക്കാർ സ്വീകരിക്കും. പക്ഷേ സമരം തീർക്കാനുള്ള മുൻകൈ അവർ കൂടി എടുക്കണം. അതായത് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുലകൾ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകും, അനുമതി നൽകും, അല്ലെങ്കിൽ തീരുമാനം അറിയിക്കും. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി നിയോഗിക്കും. അവർ സപ്പോർട്ട് ആശമാരുടെ മാത്രമാകില്ല, ഇത്തരത്തിൽ ഈ ഓണറേറിയം വാങ്ങി ജോലി ചെയ്യുന്ന മറ്റ് സന്നദ്ധ സേവനം എന്ന രീതിയിൽ സർക്കാരിനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാരുമുണ്ട്. സ്കീം വർക്കേഴ്സ്, പൊതുവിൽ അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടൊരു ഓണറേറിയം പാക്കേജ് ആകും സർക്കാർ ആലോചിക്കുക. അത് എങ്ങനെ നടപ്പാക്കുമെന്ന് ആലോചിക്കും. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും. അതാണ് സർക്കാരിന് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അതുതന്നെയാണ് ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി പോകാനും കാരണം. ശരി, സർക്കാരും പിടിവാശി തുടരുമ്പോൾ ഈ സമരം ഇനി എങ്ങനെ കൊണ്ടെത്തിക്കുമെന്നത് കൂടി അറിയേണ്ടതാണ്. ഇതിനിടയിൽ 2 ദിവസത്തെ CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് തുടങ്ങുകയാണ്. പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പും സംഘടനാ വിഷയങ്ങളുമാണ് പ്രധാന അജണ്ട. മുതിർന്ന നേതാവ് K ഇസ്മായിലിനെതിരെയുള്ള പാർട്ടി നടപടിയിൽ വിമർശനം ഉയർന്നേക്കാം എന്ന സൂചനകളുമുണ്ട്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇത്തവണ CPIയുടെ നേതൃയോഗം ചേരുമ്പോൾ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഈയിടെ പുറത്തിറങ്ങിയ സർക്കുലറാണ്. ജനാധിപത്യം എവിടെയാണ് പാർട്ടിയിൽ എന്ന കാര്യത്തിലൊക്കെ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എപ്പോഴാണ് യോഗം തുടങ്ങുക? രാവിലെ 11 മണിക്കാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ആരംഭിക്കുക. നാളെയും യോഗം തുടരും. 2 ദിവസത്തെ യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ K ഇസ്മായിലിന്റെ നടപടിയാണ്. ഇസ്മായിലിനെ 6 മാസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത്. അതിനെ അനുമതി നൽകേണ്ടത് സംസ്ഥാന കൗൺസിലാണ്. എക്സിക്യൂട്ടീവ് നിർദ്ദേശം ഇന്ന് സംസ്ഥാന കൗൺസിൽ അവതരിപ്പിക്കും. വിമർശനം ഉയർന്നു വരും. ആ തീരുമാനം ശരിയായില്ല എന്ന അഭിപ്രായം ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ അഭിപ്രായം വന്നാലും നടപടിയിൽ നേതൃത്വം പിന്നോട്ട് പോകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അത്തരം കാര്യങ്ങൾ ചർച്ചയാകും. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തയാണ്, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്, ഈ സമ്മേളനങ്ങളിൽ മത്സരിക്കാനുള്ള അനുമതി നൽകരുത്. അങ്ങനെ മത്സരിച്ചാൽ അത് വിഭാഗീയ നീക്കമായി കരുതണം, അല്ലെങ്കിൽ സമ്മേളനം നിർത്തിവെക്കണം, സസ്പെൻഡ് ചെയ്യണം നിർദ്ദേശമാണ് നേതൃത്വം നൽകുന്നത്. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നേതൃത്വം അതിന് വിശദീകരണവുമായി മുന്നോട്ട് വന്നു. ഒരാൾക്ക് മത്സരിക്കുന്നതിൽ വിലക്കില്ല, പകരം ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിതിരിഞ്ഞുള്ള മത്സരത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത്. അതൊരു വിഭാഗീയ നീക്കമാണ്. സമ്മേളനങ്ങളിൽ ഒരാൾക്കൊക്കെ മത്സരിക്കാം, പക്ഷേ ചേരിതിരിഞ്ഞ് മത്സരിക്കാറിറങ്ങിയാൽ സമ്മേളനം നിർത്തിവെച്ച് സമവായം തേടണം. ഔദ്യോഗിക പാനലുകൾക്കെതിരെ ഒരാൾ മത്സരിക്കാനിറങ്ങുന്നതല്ല പ്രശ്നം. അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരനാണ് പാർട്ടി തീരുമാനം ഇന്നലെ എക്സിക്യൂട്ടീവിൽ വിശദീകരിച്ചത്. ഇന്നത്തെ സംസ്ഥാന കൗൺസിലിലും ഈ നിലപാട് നേതൃത്വം പറയും. കാരണം അതിലും വലിയ വിമർശനമുണ്ട്. കാരണം CPIക്ക് ജനാധിപത്യ മത്സരങ്ങൾ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ അനുവദനീയമാണ്. അതിനെ വിലക്കുന്ന നീക്കമാണ് നേതൃത്വം നടത്തുന്നതാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. അതുകൊണ്ട് നേതൃത്വം ഇക്കാര്യം വിശദീകരിച്ചാൽ പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാം, അല്ലെങ്കിൽ കടുത്ത വിമർശനം നേതൃത്വത്തിന് ഉയർന്നു വരും. വളരെ ശക്തമായ മത്സരം, എതിർ നീക്കങ്ങൾ ഇത്തവണ ഈ സംസ്ഥാന നേതൃത്വം, ബിനോയ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തടയിടാനാണ് തുടക്കത്തിലെ ഇത്തരമൊരു പ്രതിരോധ തന്ത്രം CPIയുടെ ബിനോയ് വിശ്വം അടക്കമുള്ള സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഇന്ത്യക്ക് റാണയെ കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി US സുപ്രീം കോടതി തള്ളിയതിനു പിന്നാലെ ഇന്നലെയാണ് റാണയെ കൈമാറിയത്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ ലോസ് ആഞ്ചലസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, മുംബൈ ഭീകരാക്രമണ കേസിലടക്കം ഇന്ത്യ തിരയുന്ന ഇന്ത്യ നോട്ടപ്പുള്ളിയായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് തഹാവൂർ റാണ. ഇന്നലെ NIA ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. എങ്ങനെയായിരിക്കും റാണയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലുണ്ട്. മറ്റൊന്ന്, തിഹാർ ജയിലിലേക്ക് പ്രത്യേക സെല്ലിലേക്ക് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ജയിലുകളിൽ ഈ റാണയെ തങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ചിരുന്നു. നമുക്കറിയാം 2020 മുതലാണ് ഈ റാണയെ, ഈ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റാണയെ 2020 മുതലാണ് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് US-നെ ഇന്ത്യ സമീപിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 2023 ജനുവരിയിൽ ഈ റാണയെ കൈമാറാമെന്ന് US സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഫെഡറൽ കോടതികളിൽ റാണ സമീപിക്കുകയായിരുന്നു. ഇന്ത്യക്ക് ഒരു തരത്തിലും തന്നെ കൈമാറാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികൾ സമീപിക്കുകയും തുടർന്ന് ഈ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയും US സുപ്രീം കോടതിയും ഈ തീരുമാനം, US നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്നുള്ള തീരുമാനം ശരിവെക്കുകയും ചെയ്തതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം NIA ഉദ്യോഗസ്ഥർക്ക് US റാണയെ ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തതായാലും നമുക്കറിയാം 2008 മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ, ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിൽ സന്ദേശമടക്കം കൃത്യമായ വിവരങ്ങൾ കൈമാറിയെന്നുള്ള ആരോപണമാണ് പ്രധാനമായും റാണയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. അന്ന് മുതൽ തന്നെ റാണയെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമായി ഇന്ത്യ രംഗത്തുണ്ടായിരുന്നു. 2020 ഔദ്യോഗികമായി നിയമ നടപടികളിലേക്ക് കടന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ NIA ഉദ്യോഗസ്ഥരുമായി റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കും. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കുകയാണ്. ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വ്യാപാര യുദ്ധത്തിൽ ഈ നടക്കുന്ന പോരാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള പോര് തുടരുകയാണ്. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ പുതിയ തീരുവ പ്രഖ്യാപിച്ച ചൈനയ്ക്ക് കൂടുതൽ തിരിച്ചടി നൽകി അമേരിക്ക പുതിയ തീരുവ പ്രഖ്യാപിച്ചു. നേരത്തെ 104% അത് ഇപ്പോൾ 125% ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് 90 ദിവസത്തെ ഇളവും അനുവദിച്ചു. KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് പുലരുമ്പോൾ നമ്മൾ കാണുന്ന അമേരിക്കൻ വിപണികളിലൊക്കെ ഈ താരിഫ് തൽക്കാലത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് നിർത്തിവെച്ചപ്പോഴുള്ള ഒരു ഉണർവാണെങ്കിൽ ചൈന പക്ഷേ വളരെ ഒരു നാഷണലിസ്റ്റ് വികാരമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരടി പോലും പിറകോട്ടില്ല എന്നതാണ്. ഇത് ഉണ്ടാക്കാവുന്ന വലിയ വ്യാപാര യുദ്ധങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ട്രംപിനോട് ഒരു പൊടിക്കടങ്ങില്ല ചൈന എന്നത് തന്നെയാണോ നിലപാട്? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ ശ്രീജ. കാരണം അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് 125%, അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക്, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 104% എന്ന നിലയിൽ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് ചുങ്കം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് ചൈനയെ പ്രകോപിപ്പിക്കുകയും ഇതേ തുടർന്ന് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 84% നികുതി ഏർപ്പെടുത്തും എന്ന മുന്നറിയിപ്പുമായിരുന്നു ചൈന നൽകിയത്. ഈ സാഹചര്യത്തിൽ ആണ് അമേരിക്ക വീണ്ടും വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതേ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് 125 എന്ന നിലയിലേക്ക് അത് നികുതി ചുങ്കം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ട്രേഡ് വാർ എവിടെ എത്തി നിൽക്കും എന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിസങ്കീർണമായ അവസ്ഥയാണുള്ളത്. അത് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു RBI നിരക്ക് കുറയ്ക്കുകയും അതിനെ തുടർന്നുണ്ടായ വാർത്താ സമ്മേളനത്തിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ഈ ട്രേഡ് വാറിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് അമേരിക്കയുമായി ഇറക്കുമതിയും കയറ്റുമതി ബന്ധവും ഊഷ്മളമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിനിടയിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 26% നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെ പോലും ഇതെങ്ങനെ ബാധിക്കും എന്നതിൽ വ്യക്തതയില്ല എന്ന് സഞ്ജയ് മൽഹോത്ര പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം
ഈ അമേരിക്കയുടെ ട്രേഡ് വാറിനെ തടയുന്നതിന് വേണ്ടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യം ചൈന മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കുറച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ കൂടുതൽ സഹകരിക്കുക എന്നൊരു പോളിസി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് അമേരിക്കയും നയം വ്യക്തമാക്കുന്നു. എന്തായാലും ശ്രീജ, ഈ ട്രേഡ് വാറ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ $6 ട്രില്യൺ ഇടിവാണ് അമേരിക്കൻ വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, അമേരിക്കൻ വിപണിയായിട്ടുള്ള ഡൗ ജോൺസിൽ അടക്കം വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. പക്ഷേ ശ്രീജ, ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെയായിരുന്നു, അതായത് മറ്റ് രാജ്യങ്ങൾക്കുള്ള അധിക ചുങ്കം പ്രാബല്യത്തിൽ വരേണ്ടത്. ആ പ്രാബല്യത്തിൽ വരുത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് മരവിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പോയി. നിലവിൽ 90 ദിവസത്തേക്ക്, അതായത് 3 മാസത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് ചൈന, മെക്സിക്കോ, കാനഡ, ഈ 3 രാജ്യങ്ങൾ ഒഴികെ ഉള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ അധിക ചുങ്കം ഏർപ്പെടുത്തിയിട്ടില്ല. ഈ 90 ദിവസത്തേക്ക് 10% എന്ന അധിക ചുങ്കം ആയിരിക്കും നിലനിൽക്കുക. മറ്റ് ചുങ്കങ്ങൾ ഉണ്ടാകില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ വളരെ നാടകീയമായ ഒരു സംഭവ വികാസം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ഈ നാടകീയതയ്ക്ക് ഒക്കെ ഇടയിൽ ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് നേരിട്ട് ഒരു സമവായത്തിന്റെ ഒരു ഭാഷയിൽ ഒരു സംസാരം, പ്രെഡിക്റ്റിംഗ് എ വെരി ഗുഡ് ഡീൽ എന്നാണ്. അതായത് ഒരു നല്ല ഡീൽ ഉണ്ടാക്കാൻ കഴിയും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് സത്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായത്തിന്റെ സൂചനയാണോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷേ ചൈന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ വികാരത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും അമേരിക്കയ്ക്ക് കീഴ്പ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ടോണിലാണ് ചൈന നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നല്ല വാക്കിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുണഫലം ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് അറിയാം. എന്തായാലും അമേരിക്കൻ വിപണികളിൽ വലിയ ഉണർവാണ് ഈ ദിവസം. നമുക്കിവിടെ രാവിലെ ആണെങ്കിലും അവർക്ക് ഇത് വൈകിട്ടാവുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ പ്രതിഫലിക്കുന്നത് വിപണികളിൽ. ഇനി ഒരു സന്തോഷമുള്ള നല്ലൊരു വാർത്തയിലേക്ക് പോകാം. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഇന്ന് സർക്കാർ ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയാണ്. ജനറൽ ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പോസ്റ്റ് കണ്ടിരുന്നു. നിധിയായി കിട്ടിയ അവളെ നിധി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ് എന്നതായിരുന്നു ആ പോസ്റ്റ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 900 ഗ്രാമിൽ നിന്ന് അത്യാവശ്യം ആരോഗ്യമുള്ളൊരു കുഞ്ഞായാണ് അവൾ ശിശുക്ഷേമ സമിതിയുടെ ഈ ഒരു സംരക്ഷണയിലേക്ക് പോകുന്നത്. എന്താണ് ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ? ശ്രീജ, 10:30 കൂടിയാണ് ശിശുക്ഷേമ സമിതിക്ക് നിധിയെ കൈമാറുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ തന്നെ നിധി എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. തന്നെ 28 ആഴ്ചയായിരുന്നു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ 28ാമത്തെ ആഴ്ചയിലായിരുന്നു അതിന് പ്രായമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ ആവശ്യമുണ്ടായിരുന്നു. തുടർന്നാണ് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ഈ ജാർഖണ്ഡ് സ്വദേശികളായ രക്ഷിതാക്കൾ ജാർഖണ്ഡിലേക്ക് പ്രസവത്തിനായി മടങ്ങുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് അസ്വസ്ഥതയുണ്ടാകുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് ജനറൽ ഹോസ്പിറ്റലിൽ ഇവരുടെ പ്രസവം നടക്കുന്നത്. അതിനുശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യം നില മെച്ചപ്പെടാത്തതിനെ തുടർന്നാണ് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. എല്ലാ ദിവസവും ഈ പിതാവ് നിധിയെ അവിടെ എത്തി നിധിയുടെ കാര്യങ്ങൾ നോക്കുകയും അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ മാറി മാറി നിന്നിരുന്നതാണ്. പിന്നീടാണ് ഈ അമ്മ ഡിസ്ചാർജ് ആയ ശേഷമാണ് പിന്നീട് അച്ഛൻ അങ്ങോട്ടേക്ക് വരാതെയായി. പിന്നീട് ജാർഖണ്ഡിലെത്തിയ ശേഷം ജാർഖണ്ഡിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി, കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു SMS മാത്രമാണ് അയച്ചിരുന്നത്. തുടർന്നാണ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ജനറൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കുകയും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുഞ്ഞിന് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ആരോഗ്യവതിയായ കുഞ്ഞായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ മിൽക്ക് ബാങ്കിൽ നിന്നാണ് അതിന്
ആവശ്യമുള്ള പാല് നൽകിയിരുന്നത്. ഇപ്പോൾ അതായത് സാധാരണ കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത് പോലെ തന്നെ പാല് കുടിക്കാൻ പ്രായമുള്ള കുഞ്ഞ് ആ ഒരു ഘട്ടത്തിലേക്ക് തനിയെ പാല് കുടിക്കാനുള്ള ഘട്ടത്തിലേക്ക് വന്ന ശേഷമാണ് ശിശുക്ഷേമ സമിതിക്ക് ഇപ്പോൾ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്ന കുഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തന്നെയാണ് നിധിയെ കൈമാറുന്നത്. മന്ത്രി വീണ ജോർജ് ആണ് നിധിയെ നമ്മൾക്ക് പേരിട്ടത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം അമ്മയും അച്ഛനും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് കേരളത്തിന്റെ സ്വന്തം നിധിയായി മാറുന്ന ഒരു മൊമെന്റിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ നമ്മൾ പോകുന്നത്. അവൾ ഈ ആരോഗ്യത്തോടെ ആയുസ്സോടെ ഈ സമൂഹത്തിന്റെ തന്നെ നിധിയായി മാറാൻ ആ കുഞ്ഞിന് കഴിയട്ടെ എന്ന് നമുക്ക് ഈ ദിവസം ആശംസിക്കാം. ഓരോ കുഞ്ഞും ഒരു അമൂല്യ സമ്പത്താണ്. ഈ മകളും അതുകൊണ്ട് തന്നെ നിധി എന്ന പേരായാലോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ആ പേര് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പം നമുക്കും ചേർന്ന് അവളെ വിളിക്കാം, ഈ നാടിൻ്റെ നിധി എന്ന് വിളിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പേരൂർക്കടയിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറയുക. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല കവരുന്നതിനാണ് പ്രതി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2022 ഫെബ്രുവരി 6-നാണ് ചെടി വാങ്ങാൻ എന്ന വ്യാജേന എത്തി പ്രതി കൊലപാതകം നടത്തിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി സുൽത്താനെ ഇന്ന് കേരളത്തിലെത്തിക്കും. ഇന്നലെയാണ് ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും സംഘവും സുൽത്താനെ പിടികൂടിയത്. ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനയിലെ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇന്ന് കേരളത്തിലെത്തിക്കുന്ന സുൽത്താനെ എക്സൈസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. നിലവിൽ സുൽത്താനും ഭാര്യ തസ്ലീമയും ഉൾപ്പെടെ 3 പേരാണ് കേസിൽ അറസ്റ്റിലായത്. തസ്ലീമ വഴിയാണ് സുൽത്താൻ കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസിന്റെ കണക്കുകൂട്ടൽ. ഇനി IPL വിശേഷങ്ങൾ. കേരളത്തിൽ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കാൻ ന്യൂസ് 18 കേരളം നൽകുന്ന ബിസിനസ് അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും ഇന്ന് വൈകിട്ട് 5-ന് തിരുവനന്തപുരം ഒബൈ തമാരയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ബിസിനസ് മേഖലകളിൽ വിജയക്കൊടി പാറിച്ച 13 സംരംഭകരെയാണ് ആദരിക്കുക. വ്യവസായ മന്ത്രി പി രാജീവ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബിജു രമേശ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്ക്. ഇന്ന് ആദ്യം നമ്മൾ ആശംസകൾ അറിയിക്കുന്നത് ഒരു കുഞ്ഞു മിടുക്കിക്കാണ്, ഐന പ്രവീൺ. ഇന്ന് 6ാം പിറന്നാളാണ് ഐനയ്ക്ക്. ന്യൂസ് 18 കുടുംബത്തിലെ പ്രവീണിന്റെയും രാഖിയുടെയും മകളാണ് ഐന. ഐന കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. കിരൺ കാവ്യ ദമ്പതികളുടെ 3ാം വാർഷികമാണിന്ന്. ആശംസകൾ നേരുന്നത് അച്ഛനും അമ്മയും സഹോദരനും ഒപ്പം ഞങ്ങളൊക്കെയും കൂടി ചേർന്നാണ്. കിരണിനും കാവ്യയ്ക്കും വളരെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സിമി ബിജു. തിരുവനന്തപുരം വർക്കല സ്വദേശിയാണ് സിമിക്ക് ആശംസകൾ നേരുന്നത് ബിജു, ഗായൽ, ഗായത്രി. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം ആ സ്പെഷ്യൽ ഡേ. അതിന് ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മൾ രാവിലെയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത പതിവ് പോലെ പോലീസ് പെട്രോളിലേക്ക് പോവുകയാണ്. മറ്റു വാർത്തകളുമായി മടങ്ങിയെത്താം.